നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. 1121 നാമനിർദ്ദേശ പത്രികകൾ ഇതുവരെ ലഭിച്ചു. രാഷ്ട്രീയ കക്ഷികൾക്ക് ഭീഷണിയായി കുറേ അധികം സ്ഥാനാർത്ഥികൾക്ക് അപരന്മാരും എത്തി. എല്ലാ തെരഞ്ഞെടുപ്പിലും അപരന്മാരുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. പേരാവൂരിൽ കെ സൈലജയ്ക്കും സണ്ണി ജോസഫിനും വരെ അപരഭീഷണി വന്നിരിക്കുന്നു എന്നാണ് വാർത്ത. ബേപ്പൂരിലാണെങ്കിലോ UDF സ്ഥാനാർത്ഥി PV അൻവറിന് 4 അപരന്മാരേ ഉള്ളൂ. കുറവാ. അങ്ങനെ അപരന്മാരുടെ സാന്നിധ്യം കൊണ്ടും കൂടി നമ്മുടെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കപ്പെടുന്നുവെന്നാണ് വിവരം. ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ഈ പത്രികാ സമർപ്പണത്തിന് ഈ ദിവസം സംഭവിച്ച കാര്യങ്ങളുമായി നമുക്കൊപ്പം ഈ പ്രൈം ഡിബേറ്റിൽ ചേരുകയാണ്. ഷെഫീദ്, എന്താണ് എന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വിവരങ്ങൾ? പേരാവൂരിൽ കെ ശൈലജയ്ക്കും സണ്ണി ജോസഫിനും അപരന്മാർ വന്നു എന്നുള്ളത്, അപരന്മാരും അപരത്തികളും അല്ലേ, അങ്ങനെയല്ലേ പറയേണ്ടത്? ഓക്കെ, അതും ഒരു വാർത്തയാണ്, പറയും. ഉറപ്പായിട്ടും, കാരണം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായിരുന്നു ഇന്ന്. അത് സമർപ്പിച്ചിട്ടുണ്ട്. നാളെ മുതൽ സൂക്ഷ്മ പരിശോധന, അതിനുശേഷം 26-നാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അപ്പോൾ ഏതാണ്ടൊരു തെരഞ്ഞെടുപ്പ് കളം നമുക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. അപരന്മാരടക്കം ആർക്കൊക്കെ തലവേദന ഉണ്ടാക്കും, ഏതൊക്കെ മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്തുമെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, പേരാവൂരിലടക്കമാണ്. അതായത് രാഷ്ട്രീയ പോരാട്ടം ചൂടുപിടിക്കുന്ന കനക്കുന്ന പല മണ്ഡലങ്ങളിലും ഇത്തവണ അപരന്മാരുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയ വോട്ടുകൾ പോലും മാർജിനായി സ്വാധീനിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും ഈ പറയുന്ന രീതിയിൽ അപരന്മാരുണ്ട്. അത് ഈ വട്ടിയൂർക്കാവിൽ നോക്കുകയാണെങ്കിൽ VK പ്രശാന്തിന് പകരമായി K പ്രശാന്ത് ഒക്കെ അപരന്മാരായി എത്തുന്നുണ്ട്. ഈ അപരന്മാരുടെ മുഴുവൻ പട്ടിക നമുക്ക് ലഭിക്കണമെങ്കിൽ, കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ലഭിക്കണമെങ്കിൽ 26 വരെ കാത്തിരിക്കണം. കാരണം അന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. മാത്രമല്ല, വിമത ശല്യവും വളരെ നാടകീയമായി തന്നെ അരങ്ങേറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഈ പല സ്ഥലങ്ങളിലും, ഈ പത്തനാപുരത്ത് നമ്മൾ കണ്ടു, തിരുവനന്തപുരത്ത് നമ്മൾ പറയുകയാണെങ്കിൽ പാറശാലയിൽ വിമതശല്യം ഉണ്ട്. എന്നാൽ അവസാന നിമിഷം അദ്ദേഹം സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക കൊടുത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി കണ്ടു. അതേസമയം മറ്റൊരു പ്രധാനം, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുഖങ്ങൾ കളം പിടിക്കുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് മറ്റു ജില്ലകളിലെ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയിട്ടുണ്ട്. നാളെ ഇടുക്കിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത്. അടുത്ത മാസം 3-ാം തീയതി വരെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കും. അതേസമയം നരേന്ദ്രമോദി ഞായറാഴ്ച കേരളത്തിലേക്ക് എത്തുന്നുണ്ട്, രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. അങ്ങനെ അത്യന്തം ആവേശത്തിലേക്ക് തിരഞ്ഞെടുപ്പ് ചിത്രം പോവുകയാണ്. സ്കെൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.